ഇംഗ്ലണ്ടിനെതിരായ 4ാം ടെസ്റ്റിന്റെ 2ാം ദിനം കാലിലെ പരിക്ക് വകവയ്ക്കാതെ ക്രീസിലെത്തി അർദ്ധ സെഞ്ചുറി നേടിയ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്ത് ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചു. ടെസ്റ്റ് പരമ്പരകളുടെ ചരിത്രത്തിൽ ഇംഗ്ലണ്ടിൽ ഒരു പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് അടിക്കുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന അപൂർവ റെക്കോർഡാണ് ഈ പ്രകടനത്തോടെ പന്ത് സ്വന്തമാക്കിയത്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിനും ആരാധകർക്കും ഏറെ അഭിമാനകരമായ നേട്ടമാണ്. മാഞ്ചസ്റ്ററിൽ നടന്ന 4ാം ടെസ്റ്റിൽ 75 പന്തിൽ 54 റൺസ് നേടി പുറത്തായെങ്കിലും പന്തിന്റെ ഇന്നിംഗ്സ് ചരിത്രപരമായ പ്രാധാന്യം നേടി. ഈ പരമ്പരയിൽ ഇതുവരെ 4 മത്സരങ്ങളിൽ നിന്ന് 2 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറിയും ഉൾപ്പെടെ 68.42 ശരാശരിയിൽ 479 റൺസാണ് ഋഷഭ് പന്ത് വാരിക്കൂട്ടിയത്. ഇതോടെ 1998-ൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനായി 5 മത്സരങ്ങളിൽ നിന്ന് 465 റൺസ് നേടിയ അലക്സ് സ്റ്റുവർട്ടിന്റെ റെക്കോർഡാണ് പന്ത് മറികടന്നത്. ഈ റെക്കോർഡ് സ്റ്റുവർട്ടിന്റെ പേരിൽ 27 വർഷത്തോളം നിലനിന്നിരുന്നു എന്നത് പന്തിന്റെ നേട്ടത്തിന്റെ മാറ്റ് വർദ്ധിപ്പിക്കുന്നു. ഓൾഡ് ട്രാഫോർഡിൽ നടന്ന ഈ ടെസ്റ്റിൽ ആദ്യ ദിനം ക്രിസ് വോക്സിന്റെ പന്തിൽ കാലിന് പരിക്കേറ്റ് റിട്ടയർഡ് ഹട്ടായിട്ടും പന്ത് തന്റെ മനക്കരുത്ത് പ്രകടിപ്പിച്ച് 2ാം ദിനം ബാറ്റിംഗ് ഇറങ്ങുകയായിരുന്നു. വേദന കടിച്ചു പിടിച്ച് നടത്തിയ ഈ പോരാട്ടം ആരാധകരുടെ ഹൃദയം കീഴടക്കി. അദ്ദേഹത്തിന്റെ ധീരമായ ഈ പ്രകടനം ടീമിന് നിർണായകമായ സംഭാവന നൽകി. പന്തിന്റെ പരിക്ക് ഗുരുതരമാണെന്നും 5ാം ടെസ്റ്റിൽ കളിക്കാൻ സാധ്യതയില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. മാത്രമല്ല, നിലവിലെ ടെസ്റ്റിൽ വിക്കറ്റ് കീപ്പിംഗ് ചുമതലകൾ നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്നും സൂചനകളുണ്ട്. റൺവേട്ടിലെ റെക്കോർഡിന് പുറമെ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ സ്കോറുകൾ നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും ഋഷഭ് പന്ത് മാഞ്ചസ്റ്ററിലെ അർദ്ധ സെഞ്ചുറിയോടെ സ്വന്തമാക്കി. ഈ പരമ്പരയിൽ 2 സെഞ്ചുറികളും 3 അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടെ 5 തവണയാണ് പന്ത് 50-ലധികം റൺസ് നേടിയത്. ഈ നേട്ടത്തോടെ മുൻ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരായ ഫറൂഖ് എഞ്ചിനീയറെയും MS ധോണിയെയും പന്ത് പിന്നിലാക്കി.